ഹായ്, എൻ്റെ പേര് നെഹിയാൻ. ഞാൻ ACCൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ACCക്ക് ജോയിൻ ചെയ്തത്. ഞാൻ ട്രിപ്പിൾ ജോയിൻ ചെയ്തൊരു ഇത് പറയുകയാണെങ്കിൽ എൻ്റെ സിസ്റ്റർ ആട്ടോ എനിക്ക് ഫസ്റ്റ് ഈ ട്രിപ്പിൾ പറ്റി പറഞ്ഞു തന്നത്. ഞാൻ +2 ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ACCനെ പറ്റി. ACC മീൻസ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഡിഗ്രീനെക്കാട്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ACCയിലേക്ക് ഫിക്സായി. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അന്വേഷിച്ച് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ട്രിപ്പിൾ പറ്റി പറഞ്ഞത് എൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ ഞാൻ ട്രിപ്പിൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു അഭിപ്രായം കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ട്രിപ്പിൾ ജോയിൻ ചെയ്തത്. ട്രിപ്പിൾ ജോയിൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ആ തീരുമാനം എടുത്ത് നന്നായത് എന്താണെന്ന് തോന്നുന്നു വെച്ചാൽ അവിടുത്തെ ഫാക്കൽറ്റിയാണ്. കാരണം ഈ ഫാക്കൽറ്റി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ACC 6 പേപ്പറോളം കഴിഞ്ഞു. അപ്പോൾ ഈ 6 പേപ്പർ കഴിഞ്ഞിട്ട് എനിക്ക് ഫാക്കൽറ്റീസ് ഒരു പേപ്പറിലും എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഞാൻ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തു. അപ്പോൾ എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈ ആയി. ഞാൻ ആ ട്രിപ്പിൾ ജോയിൻ ചെയ്ത് നന്നായി. അത്രയും ഫാക്കൽറ്റീസ് എന്താ പറയുക വളരെ ഹെൽപ്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. കാരണം നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ഏത് ടൈമും അവൈലബിൾ ആണ് അവരൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രയാസമില്ല ചോദിക്കാൻ. അങ്ങനെയാണ് ഫാക്കൽറ്റീസിനെ പറ്റി എനിക്ക് പറയാം. കാരണം അത്രയും ഞാൻ പറയാമല്ലോ, ഇപ്പോൾ നമ്മൾക്കൊരു കാര്യത്തിൽ അത്രക്കും സുഖം ഉണ്ടാവും. എങ്ങനെ നമുക്ക് അത്രയും നമ്മൾ വേണ്ടുന്ന പോലെ നടക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഫാക്കൽറ്റീസ് അത്ര എനിക്ക് സാറ്റിസ്ഫൈ ആയത്. ഫാക്കൽറ്റീസിനെ കഴിഞ്ഞിട്ട് പിന്നെ പറയാനാണെങ്കിലുള്ളത് ഇവിടുത്തെ സർവീസും അതേപോലെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ മുകളിലെ മെൻറ്ററിങ്. ഈ മെൻറ്ററിങ് ഇത്രയും ഒരു സ്റ്റുഡൻറ്റിനെ വളരെയധികം നല്ലോണം ഒരു എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ACCയിൽ ഇപ്പോൾ ആദ്യത്തെ 4 പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഓൺ ഡിമാൻഡാണ്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് വേണ്ടപ്പോൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ മെൻറ്ററിങ് ഉള്ള കാരണം കൊണ്ട് തന്നെ സ്റ്റുഡൻസ് വളരെ പെട്ടെന്ന് തന്നെ എക്സാം എഴുതുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ എല്ലാ എക്സാമും ആദ്യത്തെ 4 എക്സാമും വേഗം തന്നെ, കാരണം ഇവർ കറക്റ്റായിട്ട് ഈ മോക്ക് എക്സാംസ് ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വേഗം എക്സാം എഴുതി നമുക്ക് അങ്ങോട്ട് വേഗം ക്ലിയർ ആയി പോവുകയാണ്. അപ്പോൾ ആ ഒരു വളരെയധികം നമുക്ക് ബേർഡൻ കുറയാണ്. അത് ഇവരെ മാക്സിമം അത്രക്കും ഇവരെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മെൻറ്ററിങ്ങും അതേപോലെ ഇവരെ സർവീസും അത് വളരെയധികം എന്താ പറയുക ഓക്കെയാണ്. കാരണം ഞാനീ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയി പോവുകയാണ്. പിന്നെ ഞാനിപ്പോൾ ACCനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് അതേപോലെ ACCയിൽ ഇപ്പോൾ മൊത്തം 13 പേപ്പറാണുള്ളത്. ഞാൻ അതിൽ 6 പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതുവരെ ഈ 6 പേപ്പർ വരെ കൊണ്ടുവന്നൊരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം, അതായത് ഇപ്പോൾ ഈ ആദ്യത്തെ 4 പേപ്പർ ഓൺ ഡിമാൻഡാണ്. സോ നമ്മൾ ക്ലാസ് കഴിയുക, പിന്നെ വേഗം റിവിഷൻ ചെയ്യുക, മോക്ക് എക്സാം ചെയ്താൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ സാർമാരൊരു റോള് വളരെയധികം കേട്ടോ. അവരൊരു പ്ലാൻ തരും. ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, നമ്മൾ എന്തായാലും ക്ലിയർ ആവും. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു അപ്രോച്ച് ഇപ്പോൾ ഈ 6 പേപ്പറിൽ ഞാൻ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ അത് നോക്കി, അപ്പോൾ അത് ലാസ്റ്റിലേക്ക് നമുക്ക് തന്നെ വലിയൊരു ബേർഡൻ ആവില്ല. ഇപ്പോൾ ഈ സ്കിൽ ലെവലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 1 month ഒക്കെ ലീവ് കിട്ടും. ആദ്യം നമ്മളൊന്ന് സെറ്റാക്കി വരികയാണെങ്കിൽ നമുക്ക് ഈ 1 month നമുക്ക് വളരെ ഒരു പ്രഷറും ഇല്ലാണ്ട് കറക്റ്റ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നല്ല പാസ്സാവുന്നതിനെക്കാട്ടി അപ്പുറം നമുക്ക് നല്ല സ്കോറിലെത്താം. ഇപ്പോൾ ഞാൻ ഇതുവരെ ക്ലിയർ ചെയ്ത പേപ്പറൊക്കെ അൽഹംദുലില്ലാ കുറച്ച് നല്ല സ്കോറിലാണ് എനിക്ക് ഇതുവരെ പാസ്സാകാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പറ്റിയത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതുവരെ എൻ്റെ ACC ലൈഫിൽ എനിക്ക് ഒരു ഡ്രോബാക്സും വന്നിട്ടില്ല. അതിൽ ഒരു മെയിൻ റോൾ ഈ ഫാക്കൽറ്റീസും അതേവരെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്കൊരു മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കൂടെ പല ആൾക്കാരും പല ഫ്രണ്ട്സുണ്ട് ACC ACC എന്നല്ല, അല്ലെങ്കിൽ ഒരു വലിയ കോഴ്സ് അവരെടുക്കാത്തൊരു കാരണം പറയുന്നത് വെച്ചാൽ എന്നെക്കൊണ്ട് നടക്കൂല, അത് കുറച്ച് പണിയാണ്, കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. കാരണം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ പോലത്തെ സ്റ്റുഡൻസാണ് വരും. ഇവർ ഒപ്പം ക്ലിയർ ചെയ്ത് പോവാണ്. ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യാണ്, ഇത് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരെക്കൊണ്ടും ഇത് എന്താ പറയുക ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നടക്കും. അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് നടക്കൂല എന്ന് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആര് വരികയാണെങ്കിലും ACC ആയിക്കോട്ടെ, അങ്ങനെ വേറെ കോഴ്സാണെങ്കിലും നമുക്ക് സത്യം നമ്മളെ കൊണ്ടൊക്കെ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്.